നമസ്കാരം. ആശാ ഷോട്ട്സ് ട്രാവൽ മെമ്മറീസിലേക്ക് സ്വാഗതം. 4 മണി പലഹാരമാണ് ബജികൾ. ഉള്ളി ബജി, മുളക് ബജി, പൊട്ടറ്റോ ബജി, അങ്ങനെ പലതരം ബജികൾ ഉണ്ട്. സാധാരണയായി വൈകുന്നേരങ്ങളിൽ വഴിയോര കച്ചവടക്കാരൊക്കെ വിൽക്കുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് ബജി. ഈ ബജിക്ക് മധുരമില്ലാത്ത മുളകും പൊട്ടറ്റായും ഉള്ളിയും ഒക്കെ വെച്ചിട്ടാണ് ബജി ഉണ്ടാക്കുക. ഇത് ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് കടലമാവിലോ അല്ലെങ്കിൽ മൈദാ മാവിലോ മുക്കി എണ്ണയിൽ പൊരിക്കുകയാണ് ചെയ്യുക. വളരെ രുചികരമായ ഒരു സ്നാക്ക് ഐറ്റമാണ് ബജി. എന്നാൽ സാധാരണ സുലഭമായി കാണാത്ത ഒരു ബജിയാണ് കായ ബജി. ഞാൻ ആദ്യമായി കായ ബജി കഴിച്ചത്, അതെങ്ങനെ കായ വച്ചിട്ട് ബജി ഉണ്ടാക്കാം എന്ന് അറിഞ്ഞതും സ്കൗട്ട് ഗൈഡ് ക്യാമ്പിൽ പോയപ്പോഴാണ്. ഇന്നത്തെ വിശേഷം അതിനെപ്പറ്റിയാണ്. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. തിരുവനന്തപുരത്തുള്ള പാലോട് ആണ് സ്കൗട്ട് ഗൈഡിൻ്റെ ആസ്ഥാനം. സ്കൗട്ട് ഗൈഡിൻ്റെ മേജറായുള്ള പരീക്ഷകളായ രാജ്യപുരസ്കാരം, രാഷ്ട്രപതി സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടുള്ള പരീക്ഷകളും, അതുപോലെ ഈ സ്കൗട്ട് ഗൈഡ്സിനെ പരിശീലനം ചെയ്യിപ്പിക്കുന്ന ടീച്ചർമാർക്കുള്ള പരിശീലന ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നത് ഈ പാലോടുള്ള അവരുടെ ഹെഡ് ഓഫീസ് ക്യാമ്പിൽ വെച്ചാണ്. ഹെഡ് ഓഫീസ് എന്ന് പറയുമ്പോൾ അതൊരു കെട്ടിടം മാത്രമല്ല, അത് വളരെ വിശാലമായ ഒരു സ്ഥലമാണ്. ഒരു വനം പോലെ ഉള്ള ഒരു സ്ഥലം. വളരെ വലിയ വടവൃക്ഷങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അരുവിയും മറ്റും ഉള്ള ഒരു സ്ഥലം. വളരെ ഒരുപാട് ഏക്കറുകൾ കണക്കിന് സ്ഥലം ഉള്ള ഒരു ഏരിയ ആണ് അത്. അതിനുള്ളിലാണ് ക്യാമ്പ് നടത്തുക. അതിൽ കെട്ടിടങ്ങളും മറ്റും ഉണ്ട് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ സ്കൗട്ട് ഗൈഡ് പരിശീലനം എന്ന് പറയുന്നത് തന്നെ പ്രകൃതിയിൽ നമ്മൾക്ക് ചുറ്റുമുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു വനമേഖലയിൽ ചെന്നുപെട്ടാൽ തന്നെ അവിടെ ഉള്ള നമ്മൾക്ക് ചുറ്റുവട്ടത്തും കിട്ടുന്ന അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾക്ക് എങ്ങനെ താൽക്കാലികമായി ഒരു താമസ സൗകര്യം ഉണ്ടാക്കാം, ഒരു കുടിൽ ഉണ്ടാക്കാം, മരങ്ങളുടെ ചില്ലകളും കാട്ടുവള്ളികളും ഒക്കെ വെച്ച് എങ്ങനെ ഒരു കുടിൽ ഉണ്ടാക്കി അതിനുള്ളിൽ സുരക്ഷിതമായി താമസിക്കാം, അതുപോലെ എങ്ങനെ നമുക്ക് സ്വയമായി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാം, ഇതൊക്കെയാണ് പരിശീലിപ്പിക്കുക സ്കൗട്ട് ഗൈഡ് അംഗങ്ങളെ. അക്കൂട്ടത്തിൽ ഇതിനുള്ള പരിശീലനത്തിന് വേണ്ടി ഈ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന ക്യാൻറ്റീനുണ്ട്. കാരണം ഓരോരുത്തർക്കും വേണ്ടി തീ കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അത് കാരണം ഈ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള ഭക്ഷണം അവിടുത്തെ ക്യാൻറ്റീനിലാണ് റെഡിയാക്കുക. അപ്പോൾ അങ്ങനെ 2-3 പ്രാവശ്യം എനിക്ക് പല കാര്യങ്ങൾക്കായി അവിടെ പോയി താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം പോയപ്പോഴാണ് 4 മണിക്കുള്ള ചായയുടെ കൂടെ ഈ കായ ബജി കിട്ടിയത്. ആദ്യം എനിക്ക് കണ്ടപ്പോൾ എന്താണെന്ന് മനസ്സിലായില്ല. ഒരു ബജിയാണ് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിനുള്ളിൽ വാഴയ്ക്ക ആണല്ലോ എന്ന് ഞാൻ ഓർത്തത്. ആ കായ ബജി വളരെ രുചികരമായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കിയത്. കായ ബജി എന്ന് പറയുന്നത് പച്ച വാഴയ്ക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കേരളീയരുടെ ഭക്ഷണമായ പഴംപൊരി അല്ലെങ്കിൽ ഏത്തയ്ക്കാപ്പം എന്ന് പറയുന്നത് പഴുത്ത ഏത്തപ്പഴം വെച്ചിട്ടാണ് ഉണ്ടാക്കുക. അത് പഴുത്ത ഏത്തപ്പഴം ചെറിയ കഷ്ണങ്ങളായി മുറിച്ച് ഇതുപോലെ മാവിൽ മുക്കി പൊരിക്കുന്നതാണ് നമ്മളുടെ
കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണം എന്ന് പറയുന്ന ഏത്തയ്ക്ക അപ്പം അല്ലെങ്കിൽ പഴംപൊരി എന്ന് പറയുന്നത്. എന്നാൽ കായ ബജി പഴുത്ത കായല്ല, പച്ചക്കായ ആണ്. പച്ചക്കായ എങ്കിലും അത് ഏത്തക്ക അല്ല, സാധാരണയായിട്ടുള്ള വാഴയ്ക്ക ആണ്. നമ്മൾ ചെറുപഴം എന്ന് പറയുന്ന വാഴയ്ക്കയുടെ കൂട്ടത്തിൽ ഏത്തയ്ക്ക അല്ലാതെ ഉള്ള ചെറിയ പഴങ്ങളുടെ വരുന്ന വാഴപ്പഴത്തിൻ്റെ ഒരു സൈസിലുള്ള ആ രീതിയിലുള്ള ഒരു വാഴയ്ക്ക ആണിത്. പക്ഷേ ഇത് സുലഭമായി കിട്ടുന്ന വാഴയ്ക്ക അല്ല, പൊന്തങ്കായ എന്ന് പറയുന്ന പോലെയുള്ള ആണ് അതിൻ്റെ പേര്. അതിന് സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന വാഴയ്ക്കയേക്കാൾ വലിപ്പം കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഞാലിപ്പൂവനോ അല്ലെങ്കിൽ പാളയംകുടനോ ഒക്കെ വാഴപ്പഴം കിട്ടാറുണ്ട്. പക്ഷെ ആ ഒരു ടൈപ്പ് വാഴയ്ക്ക അല്ല ഇത്. ഇതിന് വലിപ്പം കൂടുതലാണ് കായയ്ക്ക്. അതോടൊപ്പം തന്നെ കായയ്ക്ക് വലിപ്പത്തിന് അനുസരിച്ചുള്ള കനമില്ല, അതിന് കനം കുറവാണ്. അതിനാൽ തന്നെയാണ് അതിനെ പൊന്തൻക എന്ന് വിളിക്കുന്നത്. ഒരു പൊങ്ങുതടി പോലെ. പൊങ്ങുതടി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കാമ്പൊന്നും കാണില്ല അധികം, പക്ഷെ ഇതിന് തടിക്ക് വണ്ണം അല്ലെങ്കിൽ വലിപ്പം കൂടുതലായിരിക്കും. അത് പറഞ്ഞ പോലെയാണ് ഈ കായയുടെ പ്രത്യേകത. ഈ കായയ്ക്ക് വലിപ്പം കൂടുതലാണ്, പക്ഷെ ഉള്ളിൽ അതിന് കാമ്പ് എന്ന് പറയുന്നത് ഉണ്ട്, പക്ഷെ വലിയ കനത്തിലുള്ളത് അല്ല. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് തന്നെ വറുത്ത് എടുക്കാൻ പറ്റും. എണ്ണയിലിട്ട് കഴിഞ്ഞാൽ അകവശവും നമുക്ക് വറുത്ത് കിട്ടണം. അത് പെട്ടെന്ന് തന്നെ ഇത് സാധിക്കും. ഒരു കായ 2 അല്ലെങ്കിൽ 3 കഷ്ണമായി നെടുകെ പിളർന്ന് കഴിഞ്ഞാൽ ഇതുപോലെ മാവിൽ മുക്കി അത് എണ്ണയിൽ വറുക്കുമ്പോൾ അകവശവും നല്ലതായിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ കായയുടെ പ്രത്യേകത അതാണ്. ഇതുപോലെ തന്നെ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കഷ്ണമാക്കിയിട്ട് മാവിൽ മുക്കി വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത്തയ്ക്ക പഴംപൊരി ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള പഴംപൊരിയായും എനിക്ക് കിട്ടി. അത് എനിക്ക് അനുഭവത്തിൽ വന്നതാണ്. എന്നാൽ ഈ കായ അധികം സുലഭമായി കിട്ടാത്തത് കൊണ്ടായിരിക്കും നമ്മളുടെ കടകളിലും മറ്റും ഇത് ബജിയായിട്ടും മറ്റും കിട്ടുക. വളരെ ദുർലഭമാണ്, വളരെ സുലഭമായി കിട്ടുന്ന ഒരു സംഗതിയല്ല. എന്തായാലും ആ സ്കൗട്ട് ഗൈഡ് ക്യാമ്പിൽ എനിക്ക് ലഭിച്ച ഈ 4 മണി പലഹാരവും ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നു. വീണ്ടും കാണാം അടുത്ത വിശേഷവുമായി. നമസ്കാരം.